അവളോട് സ്നേഹം നടിച്ച് ചങ്ങാത്തം കൂടണം. എങ്കിലേ അവളെ ബലിപീഠത്തിൽ എളുപ്പം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വല്യമ്മാവൻ വിചാരിക്കുന്ന പുള്ളിയൊന്നും അല്ല കേട്ടോ. ആള് സീരിയസ് ആണെങ്കിലും പുള്ളിയിൽ ഭയങ്കര റൊമാൻസാ. അങ്ങനെ തോന്നാൻ എന്താ കാരണം എന്ന് വെച്ചാ, ഞാൻ കുഞ്ഞുനാളില് വല്യമ്മാവന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കാര്യം ഇന്ന് ഞാൻ വല്യമ്മാവനോട് പറഞ്ഞിരുന്നു. അപ്പോ ആള് പറഞ്ഞെന്താണെന്ന് അറിയോ തനിക്ക്? ഇപ്പോ നീ ദേവുട്ടിയുടെ ഭർത്താവല്ലേ, എന്റെ മടിയിൽ തലവെച്ച് കിടക്കാതെ പോയി അവളുടെ മടിയിൽ തലവെച്ച് കിടക്ക. സത്യത്തില് വല്യമ്മാവൻ അങ്ങനെ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും കൂടി എന്താ ഒരു സ്വകാര്യം പറച്ചില്? അതെ, ശ്രീകല പറയുന്നത് പോലെ തമ്മിൽ കാണുന്നത് കൊണ്ടും പരസ്പരം മിണ്ടുന്നത് കൊണ്ടും സ്നേഹം പങ്കുവയ്ക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളെപ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കണം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ കുട്ടികളെ. ഇവൾ നല്ല കുട്ടിയാ, മിടുക്കിയ. ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നെ ഭാര്യയായി കിട്ടിയ നീ ഭാഗ്യവാനാണ് മോനെ. എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഈ സ്വർഗത്തിൽ ഞാനൊരു കട്ടുറുമ്പാവുന്നില്ല. സന്ധ്യാസമയത്ത് ശൃംഗരിക്കാൻ നിൽക്കാതെ നിനക്ക് നാമം ജപിച്ചൂടെ? വ്രതകാലം തീരുന്നിടം വരെയെങ്കിലും ദൈവ വിചാരത്തോടെ നടന്നൂടെ നിനക്ക്? അമ്മ എന്താന്നിട്ട് ഈ പറയുന്നു? ദേവൂട്ടി നാമം ചൊല്ലി തീർത്തതിന് ശേഷമാ എന്റെ അടുത്തേക്ക് വന്നത്. ചുമ്മാ കാര്യം അറിയാതെ അമ്മയ്ക്ക് എപ്പോഴും ഇവളെ വഴക്ക് പറയണമെന്നേ ഉള്ളൂ. എന്താ ശ്രീകല ഇത്? സ്നേഹിക്കുന്ന മനസ്സുകളെ ഇങ്ങനെ അകാരണമായി വിഷമിപ്പിക്കുന്നത് എന്തിനാ നീ? അവര് കുട്ടികളല്ലേ. കുട്ടികള് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് ഇവന് ഇഷ്ടാവില്ലല്ലോ. മോനിതൊന്നും കാര്യം വെക്കണ്ട കേട്ടോ. ശ്രീകലയുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാ. ഏറെക്കുറെ നിനക്കറിയാവുന്നതല്ലേ. അവൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. അന്വേഷിച്ചു പോയി നിന്റെ അച്ഛനെയും കാണുന്നില്ലല്ലോ. അമ്മ അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു നോക്കിയതാ, എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല. ഈശ്വരാ, എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാവോ? അച്ഛൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മേ. ഈശ്വര, എന്താണാവോ സംഭവിച്ചത്? എന്റെ മോൻ എന്തോ കുഴപ്പം സംഭവിച്ചു. അതാ നിന്റെ അച്ഛൻ ഫോൺ എടുക്കാത്ത. ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ,
എന്റെ കുഞ്ഞിനൊരു ആപത്തും വരില്ലേ. അമ്മ ഒന്ന് സമാധാനിക്ക്, അച്ഛനൊന്ന് വന്നോട്ടെ. അച്ഛൻ നിങ്ങൾ തനിച്ചേ ഉള്ളൂ? അവനവിടെ, എന്റെ മോനവിടെ? അവൻ ഇതുവരെ വന്നില്ലേ? ഇല്ലെന്നേ. നിങ്ങളെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞാൻ ഇവിടെ അടുത്തെത്താറായി. ഞാൻ വിചാരിച്ചു നീ അവ ഇവിടെ വന്ന കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിക്കുകയാണെന്നാണ്. ഈശ്വരാ, അപ്പൊ അവരെ കണ്ടില്ലേ? എന്റെ കുഞ്ഞെവിടെ പോയി? സ്കൂളിൽ നിന്ന് വൈകിയാണ് വരുന്നെങ്കിലും രാത്രി ഇങ്ങനെ അവൻ ഇറങ്ങി പോവാറില്ല. തൊട്ടതിനെ പിടിച്ചിട്ട് നിങ്ങൾ അവനെ തല്ലാൻ ചെല്ലുന്നോണ്ടാ അവനിപ്പോ ഇറങ്ങി പോയത്. ശ്രുതി, ശ്രുതി, നീ ഒന്ന് സമാധാനപ്പെടു ശ്രുതി. അവൻ പോവാൻ ഇടയുള്ള സ്ഥലത്തെല്ലാം ഞാൻ അന്വേഷിച്ചു. ആ പ്രഭാകരന്റെ ബേക്കറിയിലും മാടക്കടയിലും ഒക്കെ ഞാൻ അന്വേഷിച്ചു. ഞാൻ വിചാരിച്ചു അവ ഇവിടെ എത്തിക്കാണുമെന്ന്. അച്ഛാ, നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? രാത്രിയിൽ മോഷണ സംഘമൊക്കെ കറങ്ങി നടക്കുവാണെന്നല്ലേ പറയുന്നേ? അവനെ ഉപദ്രവിക്കോ മറ്റോ ചെയ്ത ശരിയാ, നാട് നീളെ കള്ളന്മാരാ. അവരുടെ കയ്യിലെങ്ങാനും കുഞ്ഞിനെ കിട്ടിയ നമുക്കെന്തായാലും പോലീസിന് പരാതി കൊടുക്കാൻ ചെയ്യണ്ട. ശരി, എന്നാ ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം. ഈശ്വര, എന്റെ മോൻ, എന്റെ കുഞ്ഞിനെ കാത്തോടെ ദേവി.